ഭയങ്കര വെയില്. പക്ഷെ വെയില് കണ്ണിലേക്ക് അടിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അയ്യോ സോറി, കണ്ണിലേക്ക് അടിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? ചൂടില്ല. ഗുഡ് മോർണിംഗ്. 8:30 നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. അയ്യോ എനിക്കറിയത്തില്ല, നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവായിരിക്കും. നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട് നല്ലതായിട്ട്. നമ്മളെല്ലാരും രാവിലെ എഴുന്നേറ്റ് ഫുഡ്, രാവിലെ എന്ന് പറയാൻ പറ്റില്ല, 8:30 കഴിഞ്ഞു അല്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റു. അതെനിക്ക് ഒരുപാട് മെസ്സേജസും ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങനെ അറിയാതെ അങ്ങ് എഴുന്നേറ്റു. പക്ഷെ ഞാൻ 7:30 അലാം വെച്ചത്, പക്ഷെ 7 o'clock എഴുന്നേറ്റു. പിന്നെന്താ ബുഫായിരിക്കും. ഫുഡ് പോയി നോക്കാം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ല ഞാൻ അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയുന്നത്. ടുഡേ ഈസ് ഒഫീഷ്യലി മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. 11 മണിക്ക് വീഡിയോ എടുത്തത് 11 മണിയായപ്പോ ഒരാൾ ഉറങ്ങി. 11 ഉറങ്ങി. How's the food? അടുത്ത ഔട്ട്ഫിറ്റിൽ കയറിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മളിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഐ ഷോ യു ദ വ്യൂ. ബ്യൂട്ടിഫുൾ വ്യൂ ആ. കണ്ടൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വരാൻ വിട്ടുപോയല്ലേ. ഓ ദിസ് ഈസ് സോ കൂൾ. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. ഞാനങ്ങ് കണ്ടുപോയി. നിങ്ങളെ ആകാശവായിപ്പോയി കാണിച്ചു. വാട്ട് എ വ്യൂ, അടിപൊളി. നമ്മളിപ്പോൾ ഇവിടെ താഴോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ താഴോട്ട് പോകുമ്പോൾ കാണിക്കാം. തൽക്കാലം ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഫുഡ് കഴിക്കാം. അയ്യോ വയ്യാതായി.
കാണാം എല്ലാരെ. നമ്മൾ എന്തിനു പോവാൻ റെഡി ആയിരിക്കുക? ട്രക്കിംഗ് അല്ല, എന്തുവാ സംഭവം അറിയത്തില്ല. പോകുമ്പോ അറിയാം. ഞങ്ങൾക്കും അറിയത്തില്ല, നമുക്ക് പോകുമ്പോ അറിയാം. ഞങ്ങള് പൂളില് ഒക്കെ ഇറങ്ങി മുടിയൊക്കെ നനഞ്ഞ് രണ്ടാമത് കുളിച്ചിട്ട് നല്ല ഹെയർ വാഷ് ആയിരുന്നു. കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ, ജീപ്പിൽ കയറിയിട്ട് കാണാം. പിടിച്ചിരുന്നാണ് പിടിച്ചോ, അങ്ങോട്ട് പോവല്ലേ, എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പോത്തില്ല. ഫോൺ അടിപൊളി. എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ, അവിടെ തന്നെ കുഴഞ്ഞങ്ങ് വീഴും. ഞാൻ പോകുമ്പോ വീഡിയോ ഇതിനകത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണേ.
ബൈ. ഞാൻ നോക്കട്ടെ, എനിക്ക് പേടിക്കത്തില്ല. പക്ഷെ അടുത്ത ഗോമാൻ കയറും. കേറും. എനിക്കെന്തോ പേടിയാണ്. ഇഷ്ടമായിരുന്നു. നടക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ പേടി പോകുന്നത്. എന്തായാലും വീട്ടിലാണ് വീഡിയോ വീഡിയോ പള്ളി അങ്ങനെ ഇരിക്കുന്ന കുഴപ്പമില്ലല്ലോ. ചവിട്ടണോ? സത്യാനും പേടിയുണ്ട്. ചവിട്ടിക്കോ. ബൈ 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 ബൈ. എവിടെ ഇന്നോ തിരിച്ചവിടിക്കോ. തിരിച്ചോട്ടെ വരത്തില്ല. സ്റ്റക്കായിട്ട് ഇവിടെ സ്റ്റക്കായി. ഇവിടെ സ്റ്റക്കായിരുന്നു. നിന്നെ എടുക്കാൻ പറ്റത്തില്ലെന്ന്. ചവിട്ടിയടാ. ശരിക്കും ബുദ്ധിമുട്ടാ കേട്ടോ. ഓ മോളെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. പറഞ്ഞില്ല ബാക്കിയല്ല. ബടി മാറി നിന്നോ വണ്ടി വെറുതെ. നമ്മുടെ കേവ് റൂം. ഇങ്ങനെ ഗുഹ പോലെ ഉണ്ട്. ഇവിടെ ബെഡ്റൂംസ് ആയിട്ടാണ്. ഇത് 2 റൂംസും ആക്ച്വലി ഒക്യുപ്പൈഡ് ആണ്. നമുക്ക് കൊണ്ടുപോയി പോകാൻ പറ്റില്ല. ബാക്കി പരിപാടികൾ കാണാം.
ആ തൊണ്ട ഉണങ്ങുന്നു അതിൽ ആവശ്യപ്പെട്ടോ? തല ഇറങ്ങി വീണോ? എനിക്കായിട്ടുണ്ട് പറ്റത്തില്ലല്ലേ? കണ്ണടച്ചങ്ങ് പോവല്ലേ? ഇതെങ്ങനെ നടക്കത്തില്ല. കണ്ണടച്ചു പോവല്ലേ? ചേട്ടൻ പൊക്കോ, ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ വീട്ടിലോണ്ട് പറ്റത്തില്ല. എനിക്കും പറ്റത്തില്ല, ഞാൻ പോകുന്നില്ല. പേടിയാണെന്ന് പറ. ആ പേടിയാ. നാണം കെട്ടവൻ. എന്താടി? കാല് ക്രോസ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഞാൻ പോണം. നമുക്ക് അവളെ കബളിപ്പിക്കാം. നമുക്ക് അവിടെ അപ്പുറത്ത് നിൽക്കാം. ഞങ്ങൾ അപ്പുറത്ത് വരട്ടെ? അയ്യോ പിന്നെ അനങ്ങത്തില്ലേ? അത് കുഴപ്പമില്ല, നേരെ അങ്ങ് പോയാൽ മതി. എന്തൊക്കെയോ പറയുന്നു. പിച്ചും പെയ്യാണ്. അതെ. ഏത് ചേട്ടനെയാ? ഫ്രണ്ടിൽ പോകുന്ന ചേട്ടനെയാണോ? ബാക്കി പോകുന്ന ചേട്ടൻ. എടിയാ ചേട്ടൻ അഴിക്കനൊക്കെയാ പോകുന്ന ചേട്ടൻ. എന്തിന്? നീ ഇറങ്ങിക്കോ. പിന്നെ വന്നാ മതി പറഞ്ഞിട്ടാണല്ലേ. ഇങ്ങോട്ട് നോക്കണേ. നടക്കാൻ പറ്റുമോ? ഒന്നുമില്ല, തന്നെ കാരണം. ഇവിടം വരെ എത്തിയില്ല പിന്നെ അതെ. ആ റിയാക്ഷന്റെ വീഡിയോ എടുക്കും. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. അതെ, അവളുണ്ടല്ലോ, അവളവിടെ പൂട്ടിയിട. നീ വരണ്ട, നീ അവിടെ ഇരുന്നു. അകത്തല്ല, പുറത്ത്. ആ കാലല്ലേ പുറത്ത് വെക്ക്. അതായത് ഇങ്ങനെ. ആ അങ്ങനെ. അതുപോലെ തന്നെ അടുത്തത്. അല്ല തിരിച്ചു വെക്കടി. അവിടെ നിന്ന് ഇറങ്ങിയ പ്രശ്നമില്ലായിരുന്നു. ഞാൻ എത്ര നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റെക്കോർഡായി. അവിടെ നിന്ന് ഇറങ്ങിയ പ്രശ്നമില്ലായിരുന്നു. നടക്ക് തിരിച്ചു കിട്ടും. വാ, ഇവിടെ വരെ എത്തിയതല്ലേ. ചായ കുടിച്ചിട്ട് നീ പതിയെ വന്നാ മതി, രാത്രി വരെ സമയമുണ്ടല്ലോ. നീ ഇങ്ങനൊന്നും അല്ലല്ലോ അവിടെ നിന്ന് എന്നെ പറഞ്ഞ്. ഇങ്ങനൊന്നും അല്ലല്ലോ അവിടെ നിന്ന് വേറെ ഡയലോഗ് അടിച്ച്. രാത്രി കഴിഞ്ഞാ പിന്നെ കാണത്തു പോലും. ചാവാൻ നിൽക്കുകയാണെങ്കിലും വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രം. എന്നെ വിളിക്കാനൊന്നും ആരും വരത്തില്ല ഇവിടെ. നിന്നെ വിളിക്കാൻ വണ്ടി വരും. ഇപ്പൊ എന്തായാലും ഐഫോൺ സ്റ്റോറേജ് ഫുള്ള്. എന്റെ തീർന്നു. ഇല്ല. അതെ, അയാള് കണ്ടായിരുന്നു. പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോ എന്തായാലും എത്തിയേ പറ്റത്തുള്ളല്ലോ. അതെ, ആ നടുവിലെത്തി കഴിയുമ്പോ നമുക്കൊരു തോന്നല് വരും, ഇനി എന്ത് ചെയ്യും ജീവിതത്തിൽ. ഇനി നമുക്ക് കുറച്ച് ചായ കുടിക്കാതായിരിക്കും നല്ലത്.
പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ജീപ്പ് ഇപ്പോൾ വരും. നമ്മൾ തിരിച്ച് റൂമിൽ പോവാം അല്ലേ? ഓക്കെ. സോ നമുക്ക് പോകാനുള്ളത് ഇതിൻ്റെ മുകളിൽ കണ്ടോ? അയ്യോ എങ്ങനെ കാണുന്നേ? നമ്മൾ മുകളിൽ കാണുന്ന ആ മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ തിരക്കാണ്ട് കേക്കോന്ന് അറിയത്തില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ആണ്. ചെറിയ കേക്ക് കട്ടിങ്ങിന് പോവാണ്. സർപ്രൈസ് ആണ്. നമുക്ക് പാലക്കാട്ടുകാർ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് നോക്കാം. കണ്ണടച്ചു കൊണ്ടുപോകണം. ഓ ക്യൂട്ട് 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 ഇനഫ്. ആക്ച്വലി ബ്യൂട്ടിഫുൾ. ചേച്ചി അതൊരു നടക്ക് ചേച്ചി. എനിക്കൊരു മിനിറ്റ് വെയിറ്റ് ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ പോവാം. മാറി 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 ചേച്ചിയുടെ വ്ളോഗ്. Happy birthday to you. Happy birthday to you. Happy birthday dear Meenakshi. Happy birthday to you. Silver jubilee ആണ് എല്ലാവരും അറിയണം. കഴിച്ചാളെ എന്നിട്ട് കഴിച്ചിട്ട് കുഴപ്പമില്ല. അതിനൊന്നും ഇത് തരുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. യെസ്, നമ്മളിപ്പം പറക്കാട്ടിൻ്റെ പറക്കാട് നേച്ചർ റിസോർട്ട്സ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്ന ബർത്ത്ഡേ ഡെക്കോറാണ്. ഇത് ബ്യൂട്ടിഫുൾ ഡെക്കോറാണ്. ഞാനൊരു സിമ്പിൾ ബർത്ത്ഡേ സെലിബ്രേഷന് വന്നതാണ്. ആക്ച്വലി നമ്മളെന്താ ഒരു കൈൻഡ് ഓഫ് സ്റ്റേക്കേഷൻ, ഒരു ഗെറ്റ് അവേ ആയിട്ട് ഉദ്ദേശിച്ചാണ്. ബട്ട് they gave us a surprise, so happy. Yeah. We are all happy. Papu da ഒരു വികലാംഗം കൂടി. ഓക്കെ, ഇനി സെർമണിയാണ്. കേക്ക് കട്ട് ചെയ്യാം. കേക്ക് നോക്കൂ. ഓക്കെ, നമ്മുടെ സെർമണി കഴിഞ്ഞു. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് ക്യാമ്പ് ഫയറിന് പോകണം എന്നുണ്ട്. നേരത്തെ പോയാൽ നമുക്ക് ക്യാമ്പ് ഫയർ റെഡി ആവാം. അതെ, എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷി ബർത്ത്ഡേ സർപ്രൈസ്? സർപ്രൈസ് അടിപൊളി സർപ്രൈസ്. എനിക്കറിയായിരുന്നു എന്തായാലും കേക്ക് മുറിക്കും. സോ ഐ വാസ് ഹാപ്പി. എന്നാ നിന്റെ കേക്ക്. അതെ,
ഓ യാ ഇനി തിരിച്ചു കൊടു. കുഴപ്പമില്ല, നമുക്ക് റൂമിൽ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു കൊടുക്ക്. എനിക്ക് അത്ര വേണ്ട. എന്നിട്ടാണോ നീ വാ വിളിക്കുന്നത്? തിരിച്ച് കേക്ക് മാത്രമേ ഉള്ളൂ ചോദിക്കും. ഡ്രസ് ഒന്നും തന്നില്ല. വേണ്ട ഇരിക്കുന്നടുത്ത് എന്തേലും കൊടുക്കൂ. എല്ലാം തന്നല്ലേ? കൊടുത്തേക്കാം. ഒന്നുമില്ല. മീനാക്ഷി എന്താ ഒന്നും പ്രതീക്ഷിക്കാത്തെ? എന്തുവാ ഗിഫ്റ്റ് ഒന്നും വേണ്ടേ? വേണോ? ഗിഫ്റ്റ് ഇട്ടേക്കുന്നത് ഇപ്പൊ വരും. ഈ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഗിഫ്റ്റ് അല്ലേ? ഇതിലേക്ക് നിങ്ങൾ വാട്ട് ഇസ് ദിസ്? എന്തോ ഗിഫ്റ്റ്? ഇന്നലെ തന്നു. അയ്യോ ഇത് ഗിഫ്റ്റ് ഒന്നും ഞെട്ട് ഞെട്ട് അല്ല തുറക്കണ്ട. തുറക്കണ്ട, നീ തുറക്കണ്ട. കൊടു. ഹാപ്പി ബർത്ത്ഡേ. പിടിക്കണ പപ്പു, എടാ പിടിക്കണ പപ്പു. എല്ലാരും പിടിച്ചോ. അത് പിടിക്കാനല്ലോ. ഒരു മിനിറ്റ് ചേച്ചിയും തുറക്കൂ ഇന്നും കാണാം. നിങ്ങൾ ഈ മൊമെന്റ് അലമ്പാക്കല്ലേ, അതൊന്നും തുറക്കട്ടെ കൊച്ചു. ഓ ഷിറ്റ്, സോറി. ഇനി കാണിച്ചേ, കാണിച്ചേ. ഇട്ട് എന്നിട്ട് നമുക്ക് ക്ലോസപ്പ് കാണിക്കാവേ. ആരുടെ സെലക്ഷനാ? ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ആരുടെ സെലക്ഷനാ? ആരുടെ സെലക്ഷനാ? എല്ലാം നടക്കുവടെ. Nice, no? I like this. Thank you. Nice. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ ബർത്ത്ഡേ ഏകദേശം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അയ്യോ ഭയങ്കര പാട്ടിൻ്റെ ശബ്ദം, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം ഓൾമോസ്റ്റ് നല്ല കഴിഞ്ഞു. പിന്നെന്താ, ഐ വാസ് വെരി ഹാപ്പി. ചെറിയൊരു സ്റ്റേക്കേഷനുള്ള ഒരു ഗെറ്റ് അവേ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഗ്രേറ്റ് ഫൺ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് പറക്കാട്ട് റിസോർട്ട് ഹോസ്റ്റഡ് അസ് ആൻഡ് അമേസിങ് സ്റ്റേ. ഞങ്ങളുടെ സ്റ്റേ ആണെങ്കിലും ഫുഡാണെങ്കിലും ഈവൻ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മളെ സ്പെഷ്യലാക്കാവോ ഇതെല്ലാം ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് ഇനി എന്തായാലും ഞങ്ങൾ ഇനിയും വരും. ഉടനെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പറക്കാട്ടിലേക്ക്. സോ ആൻഡ് ഓൾസോ ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര സുഖമാണ്. ഞാനിപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, പക്ഷേ ഭയങ്കര സുഖമുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റ്. ആൻഡ് ഇതെന്താ വാലന്റൈൻസ് ഡേയുടെ വല്ല കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പം അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം? നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വാസ് അടിപൊളിനോ. പറക്കാട് ഹോസ്റ്റഡ് സോ ഹാപ്പിലി ആൻഡ് അടിപൊളിയായിട്ട് നമ്മളെ ഹോസ്റ്റ് ചെയ്തു. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് സ്റ്റേ. ആൻഡ് നമ്മൾ നാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകും അല്ലേ? ഓഗസ്റ്റിന് നമ്മൾ വരും. നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരും. അതെ ഓഗസ്റ്റിൽ നമ്മൾ വരും. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പറക്കാട്ടിലൊന്ന് വരുന്നുണ്ട്. അതെ, പക്ഷെ അതിന് കാര്യമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല കേക്കായിരുന്നു. പിന്നെന്താ ഗമൻ, എല്ലാം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെന്താ അവിടെ കണ്ടോ ഒരു എന്താ അത് വേറൊരു അങ്ങനെ. പപ്പു എന്ത് അവൻ കേക്കിൻ്റെ പുറകിന് പോയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ബാക്ക് നോക്കിക്ക്, ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മൾ ഭയങ്കര ഇത് കംപ്ലീറ്റ്ലി മൂന്നാറാണ്. നമ്മുടെ ബാക്കിൽ കാണുന്ന മൊത്തം മൂന്നാറാണ്. നമ്മൾ ഭയങ്കര മുകളിലാണ് നിൽക്കുന്നത് അല്ലേ? ഇതിന്റെ അപ്പുറമാണ്. അത് ഇവിടെ ഇരുട്ടത്ത് കാണാൻ പറ്റില്ല. ഇതൊക്കെ അടിമാലിയാണ്. അടിയിലല്ലേ? ബട്ട് ആക്ച്വലി
അതെ സൂപ്പർ. അത് കേട്ടല്ലോ, അടിമാലി, അതുകൊണ്ട് അത് അടിയിലാണ്. എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ? ആക്ച്വലി എൻ്റെ കോമഡിയുടെ ഒരു കുറവ് ഈ ബ്ലോഗിലുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അതും കേട്ടില്ല. അയ്യോ ശരിയാ, ഇവളുടെ കോമഡിയുടെ ഒരു കുറവുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇനി റൂമിൽ ചെന്നിട്ട് ചിലപ്പോൾ കുറേ കോമഡിയൊക്കെ കാണും. റൂമിൽ ചെന്നിട്ട് നമ്മുടെ ഡാൻസ് കളിക്കും. കുറേ റീൽസ് ഒക്കെ എടുക്കണം. നമ്മുടെ അടിപൊളി റൂമാണ്, രക്ഷയില്ലാത്ത റൂമാണ്. അപ്പം എത്ര റൂമാണ്, നമ്മൾ എത്ര ഫോട്ടോസ് എടുക്കണം, എത്ര വീഡിയോ എന്തൊക്കെ ചെയ്യണോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ആ റൂമിൽ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സുയാ എൻ്റെ ഔട്ട്ഫിറ്റിനൊന്നും ഒരു വിലയില്ല. അതെ. അയ്യോ ഔട്ട്ഫിറ്റ് ഞാൻ ബാക്ക് ചെയ്യാൻ പറ്റും. വേണ്ട മതി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ഒരു ബാഹുബലി കാണുക. ഇന്നിനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങും. അപ്പം ഇനി വേറെ ഒന്നുമില്ല. നാളെ കവർ ചെയ്യാൻ ബാക്കി. ടുഡേ വാസ് എ നൈസ് ഡേ. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. വി ഹാഡ് എന്താ പറയുക, ഒരു നൈസ് വെക്കേഷൻ. ഇനിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഈ വ്ളോഗ് മേ ബി ടുമോറോ മോർണിംഗ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഞങ്ങൾ പറക്കാട്ടിൽ ട്രക്കിങ്ങിന് പോയി. അവിടെ ഭയങ്കര രസമായിരുന്നു. കുറേ റോപ്പിൻ്റെയും സൈക്ലിങ്ങിൻ്റെയും ഒക്കെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തു. ആൻഡ് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ രസമായിരുന്നു. ആൻഡ് നൗ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിതെല്ലാം എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്ത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ രാത്രി ഞങ്ങളൊരു കോഫി എല്ലാം കുടിക്കും, കിടക്കത്തില്ല, സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. സോ യാ, ഇന്നൊരു മൂവി നൈറ്റാണ്. കുറച്ച് മൂവിയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് എല്ലാം ഇരുന്നിട്ട് നാളെ നമ്മൾ തിരിച്ചു പോകും. നാളെ ഉച്ച കഴിയുമ്പം back to Kochi. So that's it. So I hope you like my vlog. And ഞാൻ എന്തായാലും ഉടനെ തന്നെ ഓരോരോ വ്ളോഗ്സ് ആയിട്ട് ഇട്ട് തുടങ്ങാം. എനിക്കറിയാം ഞാൻ വ്ളോഗ് ഇടാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്. പക്ഷേ എന്ത് ചെയ്യും, എന്ത് കോണ്ടൻറ്റ് എടുക്കും എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ ഇനി ഞാൻ അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ള കോണ്ടൻറ്റ് എല്ലാം എടുക്കാൻ ശ്രമിക്കാം. സോ യാ, സീ യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്.